നമസ്കാരം. എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ കുരുമുളക് അല്ലെങ്കിൽ കുറ്റി കുരുമുളക് ഈസിയായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാം എന്നതിനെപ്പറ്റി ഉള്ളൊരു വീഡിയോയാണിത്. ഇതിനു വേണ്ടി ഞാൻ പന്നിയൂർ ഇനത്തിൽപ്പെട്ട കുരുമുളകിൽ നിന്നാണ് ബ്രാഞ്ചസ് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിന് വേണ്ടി മിക്സ് ചെയ്യുന്ന പോട്ടിംഗ് മിക്സ് എപ്പോഴും കറക്റ്റായിരിക്കണം. അതിന് 3 കാര്യങ്ങൾ ഉറപ്പായിട്ടും പോട്ട് മിക്സിങ്ങിൽ ഉണ്ടായിരിക്കണം. ചകിരിച്ചോറ്, നമ്മുടെ ചാണകപ്പൊടി, പിന്നെ മണൽ. ഈ 3 കാര്യങ്ങളും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ കുരുമുളക് നടാൻ വേണ്ടിയുള്ള പോട്ട് മിക്സ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പിന്നെ ഇതിൽ നമ്മൾ പോട്ട് മിക്സ് എടുത്ത് നമ്മൾ ചട്ടിയിലേക്ക് ഇത് നിറയ്ക്കുമല്ലോ. നിറച്ചതിന് ശേഷം നമ്മൾ അതിൽ ഹോൾ ഇട്ട് കൊടുക്കണം. ഈ നമ്മൾ നടാൻ വേണ്ടി കൊമ്പ് കുത്തി നടാൻ വേണ്ടി നമ്മൾ 2-3 ഹോൾ ഇട്ട് കൊടുക്കണം. വേറൊന്നുമല്ല, നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കുരുമുളകിൻ്റെ തണ്ട് ഇതിലേക്ക് നമ്മൾ കുത്തി ഇറക്കുകയാണെങ്കിൽ ഇതിൻ്റെ തൊലി ഒക്കെ ഡാമേജ് ആവും. അപ്പോൾ നമുക്ക് ഈ വേര് വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇതിൻ്റെ ഈ അഗ്രമൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു വേര് പെട്ടെന്ന് പുറത്തേക്ക് വരില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുകൂടാതെ അതിൽ ഉള്ള ഇലകളൊക്കെ നമ്മൾ മാക്സിമം അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ് കുറയ്ക്കണം. വേറൊന്നുമല്ല, നമ്മൾ വെള്ളം ഒഴിക്കാനത്തേക്കും അല്ലെങ്കിൽ കാറ്റൊക്കെ പിടിക്കാൻ നേരത്തേക്കും ഇതിന് ഇളക്കം സംഭവിക്കും. കാരണം ഇത് എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വേരിൻ്റെ വളർച്ചേനെ അത് സാരമായിട്ട് ബാധിക്കും. അത് ഉണങ്ങിപ്പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ തണ്ടിൻ്റെ കുറച്ച് മുന്നേ വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. വേറൊന്നുമല്ല, പെട്ടെന്ന് നമുക്ക് വേര് പിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പാറ്റേണിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണ ഈ കുഴിയിലേക്ക് ഇത് പതുക്കെ ഇറക്കി വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ മണ്ണ് അടുപ്പിച്ച് കൊടുക്കണം. അടുപ്പിച്ച് കൊടുത്ത് നമ്മൾ വേറെ ഒന്നും അതിൽ കൂടുതൽ പ്രസ് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്യരുത്. കാരണം അതിൻ്റെ നമ്മൾ തണ്ടിന് അങ്ങനെ ഒരിക്കലും കോട്ടം വരാൻ പാടില്ല. നമ്മൾ ഇത് ഇറക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൂടുതൽ അതിൽ ശക്തമായിട്ട് പ്രസ് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് മണ്ണ് കൂട്ടി കൊടുത്ത് 3 നേരം വെള്ളമൊഴിച്ച് പരിപാലിക്കണം. അധികം വെയിലില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് വേണം ഇത് പരിപാലിക്കാൻ വേണ്ടി. എങ്കിൽ മാത്രമാണ് ഇത് പെട്ടെന്ന് ഇതിന് വേര് കിളിർക്കുകയും ഏകദേശം 3 മാസത്തിനുള്ളിൽ തന്നെ തിരിയിടുകയും ചെയ്യുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.